ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ആംബുലൻസ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് പരീക്ഷാ തീയതി വന്നിരിക്കുകയാണ്. അപ്പോൾ പരീക്ഷാ തീയതി എന്നാണെന്നും സിലബസ് എന്താണെന്നും എത്ര ഒഴിവുകൾ ഉണ്ട് എന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ആംബുലൻസ് അസിസ്റ്റൻറ്റിന് പ്രിലിംസൊക്കെ ഗാന്ധി ബോർഡിൻ്റെയൊക്കെ കൂടെ നടന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റൊക്കെ പുറത്തു വന്നു. കൂടാതെ ജൂലൈ മാസത്തെ പരീക്ഷാ കലണ്ടറിൽ പരീക്ഷാ തീയതിയും വന്നിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് അതൊന്ന് നോക്കാം. ഇതാ ഇങ്ങനെയാണ്. കാറ്റഗറി നമ്പർ 261/2022 ആംബുലൻസ് അസിസ്റ്റന്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മെയിൻ എക്സാമിനേഷൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതും ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ചോദിച്ച 18/7/2024 തേഴ്സ്ഡേ ആണ്. അതായത് ജൂലൈ 18-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. മെയിൻ പരീക്ഷ ആംബുലൻസ് അസിസ്റ്റന്റിന്റെ മെയിൻ പരീക്ഷ ജൂലൈ 18-ാം തീയതി വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. ഇതിന് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കുക. ജൂലൈ 4-ാം തീയതിയോടെ എന്താണ് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. ജൂലൈ 4-ാം തീയതിയോടെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്. ഓക്കെ, നമുക്ക് മലയാളത്തിലാണ് പരീക്ഷ. 1 മണിക്കൂർ 30 മിനിറ്റ്, അതായത് 1 hour 30 minutes ആണ് ഇതിന്റെ സമയം. പരീക്ഷാ സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. ആകെ 42,128 പേരാണ് മത്സരിക്കാനുള്ളത്. അതായത് മെയിൻ എക്സാം എഴുതാനുള്ളത് 42,128 പേരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ആംബുലൻസ് അസിസ്റ്റന്റിന്റെ പരീക്ഷാ തീയതിയും മറ്റു കാര്യങ്ങളും. ഇനി ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. നെയിം ഓഫ് പോസ്റ്റ് പറഞ്ഞാൽ ആംബുലൻസ് അസിസ്റ്റന്റ് ആയിട്ടാണ്. സ്കെയിൽ ഓഫ് പേ 23,000 മുതൽ 50,200 മുതലാണ്. അതായത് ഏകദേശം ഒരു 25 രൂപ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ ലഭിക്കുമെന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. നമ്പർ ഓഫ് വേക്കൻസീസ് ഓരോ ഒഴിവാണ് പറഞ്ഞിരുന്നത്. നിലവിൽ അതായത് 8/2/2022 ഒരു വേക്കൻസി ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇതുവരെ മറ്റ് വേക്കൻസികളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസായ കാര്യങ്ങൾ. അപ്പോൾ പരീക്ഷാ തീയതി നമുക്ക് മനസ്സിലായപ്പോഴാണ് ജൂലൈ 18-നാണ് പരീക്ഷ. ജൂലൈ 4-ന് ഹോൾ ടിക്കറ്റ് ലഭിക്കും എന്നുകൂടി നമ്മളിവിടെ പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഒഴിവ് 1 മാത്രമാണ് നിലവിൽ ഉള്ളത്. ഇതുവരെ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ നമുക്ക് ഒരു ഒഴിവാണ്. അത് 8/2/2022 റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇനി നമുക്ക് സിലബസിലേക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിലേക്കാണ് കിടക്കാനുള്ളത്. ഇതാണ് ദ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ആംബുലൻസ് അസിസ്റ്റന്റ് ഇൻ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മെയിൻ എക്സാമിനേഷൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 261/2022. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത് LGSന്റെ അതേ സിലബസ് ആണ്. LGSന്റെ സെയിം സിലബസ് ആണ്, ഒരു മാറ്റവുമില്ല. പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പഠന പരിശോധനയും 20 മാർക്ക്. ഇങ്ങനെയാണ് നമുക്കിവിടെ 100 മാർക്ക് ലഭിക്കുന്നത്. ഓക്കെ, പൊതുവിജ്ഞാനത്തിന് 40 മാർക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ മനസ്സിലാക്കുക. ആനുകാലികം 20 മാർക്ക്. ആനുകാലികത്തിന്റെ 20ഉം കണക്കും മാനസിക ശേഷി ആ ഒരു പരിശോധനയും കൂടി 20 മാർക്ക്. ഇവിടെ മാത്രം നിങ്ങൾക്ക് ഈ 2 പഠിച്ച 40 മാർക്കിന്റെ ഭാഗമാണ് അവിടെ കിട്ടുന്നത്. 40 മാർക്ക്. പിന്നെ സയൻസും പൊതുജനാരോഗ്യവും 20 മാർക്കാണ്. അത് രണ്ടിനും സയൻസ് പൊതുജനാരോഗ്യം 20. പൊതുജനാരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു 10 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതിനൊരു 10 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പം സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആനുകാലിക വിഷയം ഇങ്ങനെയാണ് 100 മാർക്കിൻ്റെത്. ഓക്കെ, ഇനി ഓരോന്നും വിശദമായി പരിശോധിക്കാൻ പോയാൽ ഒന്ന് പൊതുവിജ്ഞാനത്തിലേക്ക് വരുമ്പോൾ അവിടെ 5 മാർക്കിന്റെ ഒരു ഇത് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ വേണം. ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇത് പഠിച്ചാലത്തിലാണ് 5 മാർക്കാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. പിന്നെ വരുന്നത് 5 മാർക്കിന്റെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഇവിടെയും നമുക്ക് 5 മാർക്കാണ്. പിന്നെ 5 മാർക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗങ്ങളായ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. ഇത്രയും പഠിച്ച 5 മാർക്ക്.
അതുപോലെ തന്നെ ഭൂമിശാസ്ത്രത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഇതും പഠിച്ച 5 മാർക്ക്. അതായത് 40 മാർക്കാണ് പൊതുവിജ്ഞാനത്തിന്. ഇത്രയും ഈ 4 പഠിക്കുമ്പോഴാണ് നമുക്ക് 20 മാർക്ക് കിട്ടുന്നത്. പിന്നെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മാർക്കിൻ്റെ ഒരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. കേരളം ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവാണ് 10 മാർക്ക്. നിങ്ങൾക്ക് SSCRTയിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഏരിയ കൂടിയാണ് ഇത്. അതായത് SSCRTയിലോ NCERTയിലോ നോക്കിയാൽ നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ കൃത്യമായി അതിൽ കാണാൻ വേണ്ടി സാധിക്കില്ല. ഇത് നമ്മൾ നല്ലൊരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലുകളൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടെത്തേണ്ട ഒന്നാണ്. ഇവിടെ 10 മാർക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ 10 മാർക്ക്. അതായത് 40ൽ 10 മാർക്ക് ഇവിടെ കിടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇതിനെന്ത് ചെയ്യുക, നിങ്ങൾ പ്രാധാന്യം കൊടുത്തു വേണം മുന്നോട്ട് പോകാൻ. അടുത്തത് 5 മാർക്കിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ. ഇവിടെ നിങ്ങൾ 5 മാർക്കിൻ്റെ പഠിക്കുക. മറ്റൊന്ന് വരുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട ഇവിടെയും നിങ്ങൾക്ക് 5 മാർക്ക്. അപ്പോൾ 40 മാർക്കിൻ്റെ പൊതുവിജ്ഞാനം ഇങ്ങനെയാണ് കിടക്കുന്നത്. ആ 40 മാർക്കിൽ കേരള ഭൂമിശാസ്ത്രവും മറ്റുമായി ബന്ധപ്പെട്ടാണ് 10 മാർക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിച്ചെടുക്കുക. SSCRTയിൽ കൂടുതലായി ഇല്ലാത്ത 1-2 ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു ചോദ്യം അല്ലെങ്കിൽ മാക്സിമം വന്ന 2 ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ. ബാക്കിയൊക്കെ എന്താണ്, പുറത്തു നിന്ന് വരുന്ന മേഖലയാണ്. അതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പലതും നമുക്ക് അറിയാവുന്നതാണ്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, നന്നായി ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ മാത്രം മതി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കാണ്. ഇവിടെ നിങ്ങൾ 2022 മുതൽ 2024 ഏകദേശം ഒരു മെയ് മാസം വരെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഈ ഒരു മാസം വരെ, അല്ലെങ്കിൽ ഏപ്രിൽ, ഏറ്റവും കുറഞ്ഞത് ഏപ്രിൽ പഠിക്കുക. മെയ് നിങ്ങൾക്ക് ആവുന്നില്ലെങ്കിൽ ഏപ്രിൽ മാസം വരെയുള്ളത് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ പഠിക്കുക. 2022 ജനുവരി മുതൽ 2024 ഏപ്രിൽ വരെയുള്ളത്. ഓക്കെ, അതാണ് ആനുകാലികവുമായി ബന്ധപ്പെട്ട്. പിന്നെ ജീവശാസ്ത്രം, സയൻസിലേക്ക് കിടന്നാൽ അതിൽ ജീവശാസ്ത്രത്തിന് 5 മാർക്കുണ്ട്. ആ ജീവശാസ്ത്രത്തിൻ്റെ 5 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവത്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇതൊക്കെ നമ്മളെ SCRT പാഠപുസ്തകത്തിലുള്ളതാണ്. ഇതെല്ലാം SCRTയിലുണ്ട്. അതുപോലെ ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും 5 മാർക്ക്. ഇത് രണ്ടും കൂടിയാണ് 5 മാർക്ക്. ജീവശാസ്ത്രത്തിന് മാത്രം 5 മാർക്ക്, ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും കൂടി 5 മാർക്ക്. അതിൽ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്നിങ്ങനെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇത്രയും പഠിച്ചാൽ എത്രയാണ്? 5 മാർക്ക്. ഇതും SSCRT മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോവാം. SSCRT മാത്രം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള 5 to 10 വരെയുള്ള SCRT മാത്രം പഠിച്ചാൽ ക്ലിയർ ചെയ്ത് പോകാവുന്ന ഏരിയയാണ്. അടുത്തത് ജീവശാസ്ത്രത്തിൻ്റെ കൂടെ തന്നെ വേണേൽ നമുക്ക് ചേർത്ത് നിർത്താവുന്ന പൊതുജനാരോഗ്യം. അതിലെന്തൊക്കെ വരുന്നുണ്ട്? സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. ഇവിടെയാണ് ഈ പല കോഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ നമുക്കിവിടെ പഠിക്കാൻ പറ്റും. പിന്നെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇത് 3 നമുക്ക് എന്താണ്, SSCRTയിൽ നിന്ന് കിട്ടും, റാങ്ക് ഫയലിൽ നിന്നും കിട്ടും. ഇത് നമുക്ക് പുറത്തുനിന്നാണ്, ഇത് SCRTയിലും കിട്ടില്ല, റാങ്ക് ഫയലിൽ നിന്ന് കിട്ടും. അതുപോലെ ഗൂഗിൾ ചെയ്താലും അല്ലെങ്കിൽ PSC ബുള്ളറ്റിനൊക്കെ നോക്കി നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 10 മാർക്കാണ്, വിട്ട് കളയരുത്. ഇത്രയേ ഉള്ളൂ, പഠിച്ചാൽ സുഖമായിട്ട് ക്ലിയർ ചെയ്യാം. അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. അതിൽ ലഘുഗണിതത്തിന് 10 മാർക്കാണ്. അതിൽ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. ഇത്രയും വളരെ ബേസ് ആയിട്ട് പ്രിലിംസിനൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ പഠിച്ചാൽ 10 മാർക്ക്. ഒന്ന് നന്നായി ബ്രഷപ്പ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പോവുക മാത്രമേ ഈ ഏരിയയിൽ നിങ്ങൾ ചെയ്യണ്ടൂ. അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്കിൻ്റെ. അത് മാത്സിന് മൊത്തത്തിൽ 20 മാർക്കാണ്, അതിൽ 10 മാർക്ക്, മറ്റേത് 10 മാർക്ക് ഇതും. ഇതിൽ വരുന്നത് ഗണിതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകളാണ്,
ശ്രേണികളുണ്ട്, സമാന ബന്ധങ്ങളുണ്ട്, തരംതിരിക്കലുണ്ട്, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണമുണ്ട്, ഒറ്റയാനെ കണ്ടെത്തലുണ്ട്, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, സ്ഥാനനിർണ്ണയമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 10 മാർക്കിൻ്റെ ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. രണ്ടും കൂടി 20 മാർക്കിൻ്റെ വസ്തുതകളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തിൻ്റെ സിലബസ് എന്നത് ആംബുലൻസ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസ്. നമ്മുടെ പക്ക LGSൻ്റെ സെയിം സിലബസ് ആണ്, വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. കൃത്യമായി നിങ്ങൾ 2 മാസം ഒരു ടൈം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസിയായി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നല്ലൊരു റാങ്ക് ഫയൽ ഉപയോഗിക്കുക, നല്ല യൂട്യൂബ് ചാനലുകൾ കാണുക, പരമാവധി നോട്ടുകൾ ഉണ്ടാക്കുക, ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ പഠിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജയിച്ച് കയറാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനിയും അംഗമായിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിൽ അംഗമാവുക. PDF-ഉം മറ്റു കാര്യങ്ങളും റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും എല്ലാം നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മൾ ഏറ്റവും പുതിയ PSC-യുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഉൾപ്പെടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.